ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗൃഹാങ്കണ രാമായണ പാരായണം 11-ാം ദിവസം. നാളെ പുലർക്കാലെ പോകുന്നതുണ്ടു ഞാൻ, നാളീകനേത്രനെ കൊണ്ടിങ്ങ് പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനതേർക്കാലാൾ കുതിരപ്പടയോടും ആനകശങ്ക പടഹവാദ്യത്തോടും സോദര ഭൂസുര താപസ സാമന്ത മേദിനി പാലക വൈശ്യശൂദ്രാദിയും സാദരമാശു കൈകേയിയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലബലങ്ങൾ ഭുജിച്ചു ബസിതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ട് താപസവേഷം ധരിച്ചു ജടപൂണ്ട് താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഭരതൻ്റെ ഈ വാക്കുകൾ കേട്ട് ഏവരും സന്തുഷ്ടരും സന്തോഷവാന്മാരുമാവുകയാണ്. ഒരു ശുഭപ്രതീക്ഷ അവിടെയെങ്ങും നടമാടുകയാണ്. അയോധ്യ അതിൻ്റെ പൂർവകാല പരിശോഭയിലേക്ക് പ്രവേശിക്കുകയാണോ എന്നുപോലും തോന്നിപ്പോവുകയാണ്. ദശരഥ മഹാരാജാവിൻ്റെ ഭൗതിക ദേഹസംസ്കാരം അത് എല്ലാവിധ ചിട്ടവട്ടങ്ങളോടെ പൂർത്തിയാക്കിയ ശേഷം അടുത്തൊരു ദിവസം പുലർക്കാലം അയോധ്യ സജീവമായിരിക്കുകയാണ്. രാമനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള വനയാത്രയുടെ പുറപ്പാടാണ് അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭരതനും ശത്രുഘ്നനും സുമന്ത്രരുടെ നേതൃത്വത്തിലുള്ള വമ്പിച്ച സൈന്യവും രാജമാതാക്കളായ കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവരും താപസശ്രേഷ്ഠൻ വസിഷ്ഠരും ധർമ്മപത്നി അരുന്ധതി ദേവിയും ഇങ്ങനെ വമ്പിച്ച ഒരു സംഘം അയോധ്യയിൽ നിന്നും പുറപ്പെടുകയാണ്. അയോധ്യയുടെ അതിരുകൾ പിന്നിട്ട് അവർ ശൃംഗിവേരപുരത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഭരതൻ്റെ വമ്പിച്ച പടയെ കണ്ട് ഗുഹൻ സത്യത്തിൽ ശങ്കിച്ചു പോവുകയാണ്. രാമനെ ഇല്ലാതാക്കുവാൻ ഭരതൻ്റെ നേതൃത്വത്തിൽ വമ്പിച്ച ഒരു സൈന്യം അയോധ്യയിൽ നിന്ന് വന്നതാണോ എന്ന് പോലും ഗുഹൻ തെറ്റിദ്ധരിച്ചു പോവുകയാണ്. ഏതായാലും കാര്യങ്ങൾ അറിയുവാനും മനസ്സിലാക്കാനും വേണ്ടി ബലമൂലാദികളും മറ്റ് കാഴ്ചദ്രവ്യങ്ങളുമായി ഗുഹൻ ഓടി ഭരതൻ്റെ സമീപത്ത് എത്തിച്ചേരുകയാണ്. മരവുരിയും ജടയും ധരിച്ച് നിരന്തരം രാമനാമം ജപിക്കുന്ന ഭരതശത്രുഘ്നന്മാരെയാണ് ഗുഹൻ അപ്പോൾ കാണുന്നത്. ഈ ശുദ്ധാത്മാക്കളെ ഒരു നിമിഷം ശങ്കിച്ചു പോയതിൽ ഗുഹന് അത്യധികം വ്യസനവും ജാള്യതയുമുണ്ടായി. അവൻ ഉപഹാരങ്ങളെല്ലാം സമർപ്പിച്ച് അവരെ താണു തൊഴുകയാണ്. ഭരതൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മാറോടണച്ച് ആലിംഗനം ചെയ്തു. സീതാദേവിക്ക് മാത്രം ലഭ്യമായിരുന്ന ശ്രീരാമചന്ദ്രൻ്റെ ആലിംഗനം ലഭിക്കുകയാൽ നീ ശ്രേഷ്ഠന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്നു,
എന്ന് പറഞ്ഞുകൊണ്ട് ഗുഹൻ്റെ മാറിടം തലോടി ഒരു നിമിഷം ഭരതൻ ആനന്ദ നിർവൃതിയിൽ ആറാടുകയാണ്. എന്തെങ്കിലും പേര് പറഞ്ഞ് അത് വർണ്ണത്തിൻ്റെയോ ജാതിയുടെയോ ആയിക്കൊള്ളട്ടെ, ഒരു മാറ്റി നിർത്തുന്ന സമ്പ്രദായം നമ്മുടെ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന സത്യം ഇതിലൂടെ വെളിവാക്കപ്പെടുകയാണ്. ഇത് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണ്. പിന്നെ ഗുഹൻ രാമൻ സീതയോടൊപ്പം കിടന്നുറങ്ങിയ സ്ഥലം ഭരതന് കാണിച്ചു കൊടുക്കുകയാണ്. ഭരതൻ്റെ കണ്ണുകൾ നിറഞ്ഞു കവിയുകയാണ്. അവർക്ക് ഇത്തരമൊരവസ്ഥയുണ്ടാവാൻ പരോക്ഷമായി താൻ കൂടി കാരണമായല്ലോ എന്നോർത്തുകൊണ്ട് ഭരതകുമാരൻ്റെ തൊണ്ട വിറച്ചു, പാദങ്ങൾ ഇടറുകയാണ്. എത്രയും വേഗം രാമൻ്റെ അടുത്ത് എത്തിക്കുവാൻ ഗുഹനോട് പറയുകയാണ് ഭരതൻ. ഗുഹൻ ഉടനെ 500 തോണി വരുത്തി ഒരുക്കി നിർത്തുകയാണ്. അതിൽ ഏറ്റവും വലിയ തോണിയിൽ ഭരതശത്രുഘ്നന്മാരെയും രാജമാതാക്കളെയും വസിഷ്ഠൻ, അരുന്ധതി എന്നിവരെയും മറ്റ് പ്രമുഖന്മാരെയും കയറ്റി ഗുഹൻ തന്നെ തുഴഞ്ഞു തുടങ്ങുകയാണ്. ഗംഗ കടന്ന അവർ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. മാമുനിയുടെ ആതിഥ്യം സ്വീകരിച്ച് അന്ന് അവർ അവിടെ തങ്ങുകയാണ്. പിറ്റേനാൾ അതിരാവിലെ എഴുന്നേറ്റ് നിത്യകർമാദികൾ അനുഷ്ഠിച്ച് അവരെല്ലാവരും ചിത്രകൂടത്തെ ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ്. രാമചന്ദ്രനെ കാണുവാനുള്ള ആകാംക്ഷയാൽ മാർഗക്ലേശങ്ങളൊന്നും അവരറിഞ്ഞതേയില്ല. ചിത്രകൂടത്തിലെത്തിയ അവർ സൈന്യത്തെയും മറ്റുള്ളവരെയും മാറ്റി നിർത്തി ഭരതനും ശത്രുഘ്നനും സുമന്ത്രരും ഗുഹനും ചേർന്ന് രാമാശ്രമത്തെ ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. പർവ്വതത്തിലും പരിസരത്തുമായുള്ള ഓരോരോ മുനിവാടത്തിലും അന്വേഷിച്ച് അവർ ശ്രീരാമ ആശ്രമ പരിസരത്തെത്തിച്ചേരുകയാണ്. പുഷ്പബലദല പൂർണവല്ലീ തരു ഷഷ്പരമണീയ കാനനമണ്ഡലേ ആമ്രകദളീ ബകുളപനസ്സങ്ങൾ ആമ്രാദകാർജുന നാഗപുന്നാഗങ്ങൾ കേരപൂഗങ്ങളും കോവിതാരങ്ങളും മേരണ്ട ചെമ്പകാശോകതാലങ്ങളും മാലതീജാതി പ്രമുഖലതാവലി ശാലികളായ തമാലസാലങ്ങളും ഭൃംഗാദിനാനാവിഹംഗനാദങ്ങളും തുംഗമാദംഗഭുജംഗപ്ലവംഗ കുരങ്കാദിനാനാ മൃഗവ്രാതലീലയും ഭംഗ്യാസമാലോക്യ ദൂരെ ഭരതനും വൃക്ഷാഗ്രസംലഗ്ന വൽക്കലാലങ്കൃതം പുഷ്കരാശ്രമം ഭക്ത്യാ വണങ്ങിനാൻ. രാമസീതാ ലക്ഷ്മണന്മാരെ കാണുവാനുള്ള വ്യഗ്രതയിൽ അവരുടെ പാദങ്ങൾ ചടുലമായി. വേഗത്തിൽ മുന്നോട്ടു പോകവേ സീതാദേവിയുടെയും രാമൻ്റെയും കാൽപ്പാടുകൾ പൊടിമണലിൽ പതിഞ്ഞു കിടക്കുന്നത് ഭരതൻ കാണുകയാണ്. ആനന്ദത്തോടും ആകാംക്ഷയോടും ഭക്തിയോടും കൂടി ഭരതൻ ആ പൊടിമണലിൽ വീണുരുളുകയാണ്. തൻ്റെ ശരീരത്തിലാകെ ആ പൊടിമണ്ണ് കോരിയിട്ട് ആനന്ദിക്കുകയാണ്. ബ്രഹ്മാനന്ദ ലീലയിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി തന്നെ സ്വയം മറന്നുപോയ ഏതാനും നിമിഷങ്ങൾ. ഭരതാദികൾ ഓടിച്ചെന്ന് രാമപാദങ്ങളിൽ വീണു. രാമൻ അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു അവർ പരസ്പരം. ലക്ഷ്മണൻ ഭരതൻ്റെ പാദം തൊട്ട് വന്ദിച്ചു. അതുപോലെ ഭരതൻ ലക്ഷ്മണൻ്റെയും പാദവന്ദനം നടത്തി. അതുപോലെ ശത്രുഘ്നൻ ലക്ഷ്മണൻ്റെയും പാദവന്ദനം നടത്തി. ദാഹം കൊണ്ട് പൊറുതിമുട്ടിയ ഗോക്കൾ ജലാശയം കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ പ്രതീതിയാണ് ആ സഹോദരങ്ങളിൽ അപ്പോഴുണ്ടായിട്ടുള്ളത്.
അല്പം മാറി കണ്ണ് തുടച്ചുകൊണ്ടിരിക്കുന്ന അമ്മയെ കണ്ട് ഓടിവന്ന് രാമൻ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അമ്മ മകനെ മടിയിൽ പിടിച്ചിരുത്തുകയാണ്. അപ്പോൾ വൃദ്ധയായ ആ മാതാവിൽ നിന്നും മുലപ്പാൽ ചുരന്നുപോലും. മാതൃപുതൃബന്ധത്തിൻ്റെ തന്മയീഭാവമാണ് അവിടെ പൂത്തുലഞ്ഞിട്ടുള്ളത്. പ്രകൃതി പോലും കോരിത്തരിച്ചുപോയി. പിന്നീട് അവരെല്ലാവരും ആചാര്യനെയും ആചാര്യപത്നിയെയും പാദനമസ്കാരം നടത്തി. മറ്റുള്ള മാതാക്കളെയും വന്ദിച്ചു. അപ്പോൾ രാമന് താതനെക്കുറിച്ചുള്ള നിലവുണ്ടാവുകയും പിതാവ് അയോധ്യയിൽ സുഖമായിരിക്കുന്നില്ലേ ഭരത എന്ന് ചോദിക്കുകയുമാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് വസിഷ്ഠരാണ്. ധീമതാം ശ്രേഷ്ഠ താതോദന്തമാശു കേൾ, നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു. രാമ രാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു പുക്കാനറികനേ. കർണശുലാഭമായ ആ വാക്കുകൾ കേട്ട് രാമാദികൾ അതീവ ദുഃഖിതരായി. വസിഷ്ഠരുടെ സ്നേഹമസൃണമായ സ്വാന്തനപ്പെടുത്തലിൽ അവർ ഒരുവിധം യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. തങ്ങളുടെ കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മന്ദാകിനിയിലിറങ്ങിക്കുളിച്ചവർ മന്ദേതരമുദക ക്രിയയും ചെയ്താർ. പിണ്ടം മധുസഹിതേങ്കുതി സൽഫല പിണ്യാക നിർമ്മിതാന്നം കൊണ്ടുവച്ചിതു. യാതൊരന്നം താൻ ഭുജിക്കുന്നതും അത് സാദരം നൽകാ പിതൃകൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതി. ഖേദേന പിണ്ടദാനാനന്തരം തഥാ സ്നാനവും കഴിച്ചു പുണ്യാഹവും ചെയ്തതാ. സ്നാനദാനന്തരം പ്രാപിച്ചിതാശ്രമം അന്നുപവാസവും ചെയ്തിതെല്ലാവരും. ഓർക്കുക, ഇത്തരുണത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ടതായ ഓരോരോ കർമ്മങ്ങളും എങ്ങനെ എപ്രകാരം അനുഷ്ഠിക്കണം എന്നുള്ളത് സുവ്യക്തമായി രാമായണത്തിലൂടെ നമ്മോട് പറയുകയാണ്. ആചാര്യൻ ശ്രദ്ധയോടെ ഭക്തിയോടെ പാരായണം ചെയ്യുക എന്ന കാര്യം കൂടി ഇത്തരുണത്തിൽ ഓർക്കുക. സാന്ദർഭികമായി പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ രാമനോടൊത്ത് ആശ്രമത്തിൽ കഴിഞ്ഞു വരവെ ഭരതൻ രാമനെ ചെന്ന് പ്രത്യേകം കാണുകയാണ്. തൊഴുതുകൊണ്ട് പറയുകയാണ്, നമ്മുടെ വംശത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം ശാസ്ത്രദൃഷ്ട്യാ നോക്കിയാലും പാരമ്പര്യ ദൃഷ്ട്യാ നോക്കിയാലും ക്ഷത്രിയ സമ്പ്രദായങ്ങൾ അനുസരിച്ച് നോക്കിയാലും ഒട്ടും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ക്ഷത്രിയ രീതിയ ഏതൊരു രാജാവിൻ്റെയും മൂത്ത മകനായിരിക്കണം അടുത്ത രാജാവാവേണ്ടത്. പിന്നെ ആ രാജാവിൻ്റെ പുത്രനായിരിക്കും അടുത്ത രാജാവായി മാറേണ്ടത്. എൻ്റെ മാതാവിൽ നിന്നുണ്ടായ ചില കുൽസിത പ്രവർത്തനങ്ങൾ കാരണം നമ്മുടെ പാരമ്പര്യത്തിന് ച്യുതി സംഭവിച്ചിരിക്കുന്നു. മാതാവിൽ നിന്നുണ്ടായ ദുഷ്ചെയ്തിക്ക് അങ്ങയുടെ പാതാരബിന്ദങ്ങളിൽ വീണ് ഞാൻ മാപ്പപേക്ഷിക്കുകയാണ്. മാത്രവുമല്ല, അച്ഛൻ്റെ സത്യപരിപാലനമാണ് പ്രധാന വിഷയമെങ്കിൽ വനവാസം ഞാൻ തന്നെ ഏറ്റെടുക്കാം. അങ്ങ് തിരിച്ചു അയോധ്യയിൽ പോയി രാജ്യഭരണം നടത്തണം. മാത്രവുമല്ല, നമ്മുടെ താതൻ എൻ്റെ അമ്മയുടെ ശാഠ്യത്തിന് കീഴ്പ്പെടുമ്പോൾ സ്വതന്ത്രനായിരുന്നില്ല. ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി എൻ്റെ അമ്മയുടെ നിയന്ത്രണത്തിലായിരുന്നു. കാമുകനായ താതൻ മൂഢമാനസൻ, സ്ത്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ, രാജഭാവം കൊണ്ട് രാജസമാനസൻ, ചൊന്ന കാര്യം ഗ്രാഹ്യമല്ല മഹാമതേ. ആയതിനാൽ ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള അഭിഷേക വസ്തുക്കൾ കൊണ്ട്
അയോധ്യയിലെ രാജാവായി അങ്ങ് അഭിഷേകം നടത്തണം. അല്ലെങ്കിൽ ഭരതൻ തിരിച്ചു പോവുകയില്ല, ഇവിടെ കിടന്ന് ജീവൻ ഉപേക്ഷിക്കും. ഭരതൻ്റെ കടുത്തതും ദൃഢമായതുമായ വാക്കുകൾ കേട്ട് അർത്ഥവത്തായ വിധത്തിൽ തൻ്റെ ഗുരു വസിഷ്ഠരെയൊന്നു നോക്കുകയാണ് രാമൻ. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ വസിഷ്ഠർ ഭരതനെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. രാമൻ ആരാണെന്നും രാമാവതാര ലക്ഷ്യം എന്താണെന്നുമൊക്കെയുള്ള ഗൂഢമായ സത്യം ഭരതനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അത് കേട്ട് സ്വാന്തനായ ഭരതൻ അയോധ്യയിലേക്ക് തിരിച്ചു പോവാനും രാജ്യഭരണം ഏറ്റെടുക്കുവാനും തയ്യാറാവുകയാണ്. പക്ഷേ അതെല്ലാം രാമന് വേണ്ടി മാത്രം. എന്ന് 14 വർഷം പൂർത്തിയാകുന്നുവോ അന്ന് അതിൻ്റെ പിറ്റേ നാൾ രാമൻ തിരിച്ചെത്തി അയോധ്യ ഭരിക്കണം. ആ വ്യവസ്ഥ രാമൻ അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ രാമന് വേണ്ടി രാജ്യം ഭരിക്കാൻ രാമപാദുകങ്ങൾ അയോധ്യ സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കുവാൻ രാമപാദുകങ്ങളുമായി അവർ നടന്നു നീങ്ങുകയാണ്. അവർ പോകുന്നത് ഇമവെട്ടാതെ നോക്കി നിന്നു രാമാദികൾ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ ചിത്രകൂടം ഉപേക്ഷിച്ച് ദണ്ഡകാരണ്യത്തെ ലക്ഷ്യമാക്കി യാത്ര ആരംഭിക്കുകയാണ്. ആ യാത്രയിൽ അവർ ആദ്യമായി എത്തിയിട്ടുള്ളത് അത്രി മഹർഷിയുടെ ആശ്രമത്തിലാണ്. അർഘ്യപാദ്യാദികൾ നൽകി മുനി ദമ്പതിമാർ അവരെ സ്വീകരിച്ചു. രാമാദികളുമായുള്ള സത്സംഗം മുനി ദമ്പതിമാരെ അത്യന്തം സന്തുഷ്ടരാക്കി. മുനിപത്നി അനസൂയ സീതാദേവിയെ അടുത്ത് വിളിച്ച് ചില കാര്യങ്ങൾ പറയുകയും ഉപഹാരങ്ങൾ നൽകി ആദരിക്കുകയുമാണ്. ഇവിടെ ഇന്നത്തെ സത്സംഗം സമാപിക്കുകയാണ്.